MBFI സെന്നിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് കേട്ടോ. സാധാരണ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സീലാണ് കംപ്ലയിൻറ്റ് വരിക. പക്ഷേ ഇത് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അകത്തുനിന്ന് ലീക്കില്ല, പകരം ആ കേസിൽ നിന്നുള്ള ലീക്കാണ്. ഇതേ കണ്ടറിയാം, അവിടെ നിന്ന് ലീക്കായിട്ട് ആ ഗിയർ ബോക്സിൻ്റെ മേലിലേക്ക് എല്ലാം അങ്ങനെ ഓയിൽ ഒഴിച്ച് ചാടിയേക്കാണ്. അപ്പോൾ ഇതേ കാണുന്ന എല്ലാം അതിൽ നിന്ന് ഒഴുകി പോയേക്കണ ഓയിലാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വർക്കാട്ടോ ഇന്നത്തെ വീഡിയോ. ഇത് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കേസാണ്. ഈ കേസിനകത്ത് ഓൾറെഡി ഒരു ഓറിംഗ് ഉണ്ട്. നമ്മൾ ഈ ഓറിങ്ങിൻ്റെ കൂടെ ഒരു 2 പാക്കിങ്ങും കൂടി അഡീഷണൽ കട്ട് ചെയ്തിടുകയാണ്. കട്ട് ചെയ്തിട്ടിട്ട് സെറ്റ് ചെയ്യാണ്. ഒരു 90% ഓയിലേക്ക് എന്തായാലും ശരിയാവും. പിന്നെ ഈ താഴത്തെ ബോൾട്ട് ഇടുമ്പോൾ, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ബോൾട്ട് ഇടുമ്പോൾ ഇതിൽ കൂടെ ഓയിൽ വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒന്ന് ബോണ്ടൊക്കെ ഇട്ടിട്ട് വേണം ഈ താഴത്തെ ബോൾട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ. നേരെ ഈ ഹോളിൻ്റെ ഉള്ളിൽ ഓയിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് വരും. നമുക്ക് അതിൻ്റെ ഒരു വർക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ പണ്ട് ഞാൻ എറണാകുളത്ത് ഓട്ടോ ടീമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ സുമേഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആശാനുണ്ട്. പുള്ളിപ്പുള്ളുണ്ട് അവിടെയല്ല, എറണാകുളത്ത് വേറെ ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ ആ ആശാന് ഒരു ദിവസം കാണിച്ചു തന്ന വർക്കാണത്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. സംഭവം ഇതേമാതിരി ഒരു ജോബ് കാർഡ് അല്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ എന്തെങ്കിലും ഇച്ചിരി കട്ടിയുള്ള ഒരു പേപ്പർ എടുത്ത് കറക്റ്റായിട്ട് ഈ പാക്കിങ്ങിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ലീക്കുകൾ എല്ലാം ശരിയാവാറുണ്ട്. 2 എണ്ണം കേട്ടോ, 2 പാക്കിങ്ങും കട്ട് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ അത് പൊട്ടാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സംഭവം നമ്മൾ കറക്റ്റ് ആ ഒരു അളവിൽ ഒറിജിനാലിറ്റി ആയിട്ട് തന്നെ സാധനം കിട്ടും. അങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആ പുതിയൊരു ഓറിങ്ങും കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇതും കൂടി വെച്ച് ബോണ്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ലീക്ക് ഒരു 90% ശരിയാവുക തന്നെ വേണം. പിന്നെ പുത്തൻ ഓറിങ് ഓൾറെഡി അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പുത്തൻ ഒരു ഓറിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഈ പാക്കിങ് 2 എണ്ണം കട്ട് ചെയ്ത് കൊടുത്തു. ആദ്യം എടുത്ത പാക്കിങ് ചെറുതായിട്ട് ഒരു സൈഡ് മെല്ലെ ഒന്ന് പൊട്ടിപ്പോയായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല. അതിൻ്റെ കൂടെ നമ്മളൊരു പുതിയൊരു വേറൊരു പാക്കിങ് കൂടി പൊട്ടാതെ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് 2 എണ്ണം സെറ്റ് ചെയ്യാനേ. 2 എണ്ണം സെറ്റ് ചെയ്തിട്ട് കയറ്റി പിടിപ്പിക്കുകയാണ്. നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ കോലഞ്ചേരിയാണ്. അപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ആവശ്യം വരും. വർക്ക്ഷോപ്പിൽ വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമൻറ്റിൽ കൂടെയൊക്കെ തൊട്ടടുത്തുള്ള കേസുകളൊക്കെ നമുക്ക് പിടിച്ച് ചെയ്ത് തരാം. ദൂരെ ഉള്ളവരൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഓയിലേക്ക് ഒരുമാതിരിപ്പെട്ടൊക്കെ ശരിയാവും. മെക്കാനിക്കലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ശരിയാക്കി തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്താലും മതി കേട്ടോ. പിന്നെ അടുത്തുള്ള കേസൊക്കെ ആണെങ്കിൽ നമുക്ക് പിടിച്ച് ചെയ്യാൻ കുഴപ്പമില്ല, സമയം പ്രശ്നമില്ല. എന്ന് വെച്ചാൽ അടുത്തുള്ള കേസാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ. ദൂരെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ ശരിയാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ സമയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഓറിങ് മാറി. പിന്നെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓറിങ്ങും കൂടി നമ്മൾ ഓൾറെഡി പുതിയത് ഇട്ടു കേട്ടോ. അങ്ങനെ ഇട്ട് കയറ്റി പിടിപ്പിക്കുകയാണ്. വാൽവ് കവറിൻ്റെ ഒരു ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ കാണാവേ. അപ്പോൾ നമ്മൾ കയറ്റി പിടിപ്പിച്ച് വണ്ടി ഇപ്പോൾ ഒരു അരമണിക്കൂറോളം വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. വേറെ ലീക്കോ കാര്യങ്ങളോ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. മിക്കവാറും അത് ശരിയായിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ്. പിന്നെ ഒന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഓൾറെഡി സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണേ.